ശ്രീമതി എസ് മിനി, എങ്ങനെയാണ് ഇപ്പോൾ സമരം മുന്നോട്ട് പോകുന്നത്? ഇന്ന് നിയമസഭയിൽ ഈ വിഷയം വന്നപ്പോൾ അവിടെയും ആരോഗ്യമന്ത്രി പറഞ്ഞത് രാജ്യത്ത് ഏറ്റവും കൂടുതൽ വേതനം ആശമാർക്ക് നൽകുന്ന സംസ്ഥാനം കേരളമാണെന്നാണ്. മറ്റ് സംസ്ഥാനങ്ങളിലെ കണക്കുകൾ ഉദ്ധരിക്കുകയായിരുന്നു ആരോഗ്യമന്ത്രി ചെയ്തത്. അതിനെ പ്രതിപക്ഷം പക്ഷേ പൊളിച്ചെടുക്കുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ എങ്കിലും ആരോഗ്യമന്ത്രി അതിൽ തന്നെ ഉറച്ചു നിൽക്കുകയാണ്. എന്നിട്ടും ആരോഗ്യമന്ത്രി പറയുന്ന മറ്റൊരു കാര്യം, ആശമാർക്ക് വേതനം കൂട്ടി നൽകുമെന്ന കാര്യത്തിൽ സംശയം വേണ്ട എന്നാണ്. നിങ്ങളുടെ സമരം അനാവശ്യവും അത് രാഷ്ട്രീയ പ്രേരിതവുമാണെന്നുമാണ്. എന്താണ് അതിനുള്ള മറുപടി? ഇന്ന് നിയമസഭയിൽ ആരോഗ്യമന്ത്രി പറഞ്ഞതിനുള്ള മറുപടി. സർ, ഞാൻ എസ് മിനിയല്ല, എന്റെ പേര് കെ പി റോസമ്മയാണ്. ഞാൻ ആശാവർക്കറാണ്. പറഞ്ഞോളൂ. ഇന്ന് ആരോഗ്യമന്ത്രി നിയമസഭയിൽ പറഞ്ഞത് താങ്കളും. മാത്രമല്ല, ഞാൻ കേരള ആശാ ഹെൽത്ത് വർക്കേഴ്സ് അസോസിയേഷന്റെ സംസ്ഥാന വൈസ് പ്രസിഡന്റാണ്. ആരോഗ്യമന്ത്രി അറിയാത്തതുകൊണ്ട് പറയുന്നതല്ല. ആരോഗ്യമന്ത്രിക്ക് കൃത്യമായിട്ടറിയാം ഓരോ സംസ്ഥാനത്തെയും കൊടുക്കുന്ന ഓണറേറിയം. ഏറ്റവും കൂടുതൽ കൊടുക്കുന്നതെന്ന് അത് സമരത്തിന്റെ വീര്യം കുറയ്ക്കാൻ വേണ്ടി മാത്രം പറയുന്നതാണ്. ഓരോ സംസ്ഥാനത്തെയും കൊടുക്കുന്ന കൃത്യമായ കണക്ക് ഞങ്ങളുടെ കയ്യിലുണ്ട്. ഈ സിക്കിമിൽ 6000 കൊടുത്തുകൊണ്ടിരിക്കുന്നത് ഇപ്പൊ 10000 രൂപയാക്കി മാറ്റിയിരിക്കുകയാണ്. ഓരോ സംസ്ഥാനത്തും നമ്മുടെ കേന്ദ്ര ആരോഗ്യമന്ത്രി, നമ്മുടെ ഡീൻ കുര്യാക്കോസ് എംപിക്ക് കൊടുത്തിരിക്കുന്ന ഓഗസ്റ്റ് മാസത്തിൽ കൊടുത്തിരിക്കുന്ന മറുപടി കൃത്യമായിട്ട് ഞങ്ങളുടെ കയ്യിലുണ്ട്. ഇതിനകത്ത് കൃത്യമായി ഞങ്ങളുണ്ടാക്കിയതല്ല. ഡീൻ കുര്യാക്കോസ് എംപിക്ക്, നമ്മുടെ ഡീൻ കുര്യാക്കോസ് എംപിക്ക് കേന്ദ്ര ആരോഗ്യമന്ത്രി കൊടുത്ത കണക്കുകളാണ്. പിന്നെ എന്താ സംസ്ഥാനത്തെ ആരോഗ്യമന്ത്രി ഇങ്ങനെയൊക്കെ പറയുന്നതെന്ന് ഞങ്ങൾക്കറിയില്ല. അപ്പോൾ സമരത്തെ ഗതി തിരിച്ചു വിടാൻ വേണ്ടി മാത്രമാണ് ഈ വക കാര്യങ്ങൾ അവർ ഇരിക്കുന്നത്. അതേപോലെ തന്നെ ഞങ്ങളുടെ മർമ്മപ്രധാനമായ ഒന്നാണ് 62 വയസ്സിൽ വിരമിക്കൽ ആനുകൂല്യം പ്രഖ്യാപിക്കാതെ വിരമിക്കൽ ഞങ്ങൾ സമ്മതിക്കത്തില്ല എന്ന് പറഞ്ഞുകൊണ്ട് സെക്രട്ടേറിയറ്റ് NHN ഓഫീസിന്റെ മുൻപിൽ നടത്തിയ ഒരു സമരത്തില് അന്ന് ആരോഗ്യമന്ത്രി, ബഹുമാനപ്പെട്ട ആരോഗ്യമന്ത്രി ഫ്രീസ് ചെയ്യപ്പെട്ടിരിക്കുകയാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇതാ കൃത്യമായിട്ട് ഞങ്ങളുടെ ആശാ ഹെൽത്ത് വർക്കേഴ്സ് അസോസിയേഷൻ സംസ്ഥാന ജനറൽ സെക്രട്ടറിക്ക് അഡീഷണൽ ചീഫ് സെക്രട്ടറി കൊടുത്തിരിക്കുന്ന മറുപടിയാണ് ഈ 62 വയസ്സിലെ ഉത്തരവ് നിലനിൽക്കുന്നു എന്നുള്ളത്. അങ്ങനെ ഉത്തരവ് പിൻവലിച്ചിട്ടില്ല. പിന്നെ അവര് പറയുന്നത് ഞങ്ങൾക്ക് ഇവരുടെ ഓണറേറിയം വേണ്ട, ഇൻസെന്റീവും വേണ്ട. അവര് തെരഞ്ഞെടുപ്പ് കാലത്ത് പ്രകടന പത്രികയിൽ പറഞ്ഞിരിക്കുന്ന 700 രൂപ ഡെയിലി വേജസ് ഞങ്ങൾക്ക് തന്നാൽ മതി. ഈ 10000 രൂപ വെറും 7000 രൂപ തന്നിട്ട് ഏറ്റവും കൂടുതൽ ഓണറേറിയം കൊടുക്കുന്നു എന്ന് പറഞ്ഞിട്ട് അപ്പം ഈ കേന്ദ്ര ആരോഗ്യമന്ത്രി കള്ളം പറയുവാണ്. ഓരോ സംസ്ഥാനങ്ങളിലെയും കൃത്യമായ കണക്കാണിത്. അപ്പോൾ ഇതിന്റെ മറുപടി നമ്മൾ എങ്ങനെ പറയണം? അപ്പം ആരോഗ്യമന്ത്രി നിയമസഭയിൽ കുറെ കണക്കുകൾ കൊണ്ടുവന്നിരുന്നു. ആരോഗ്യമന്ത്രി നിയമസഭയിൽ അതിനെ പ്രതിപക്ഷം ചോദ്യം ചെയ്യുകയും ഉണ്ടായിരുന്നു. പക്ഷേ അവർ പറയുന്നത്, ഇപ്പോഴും പറയുന്നത് ഏറ്റവും കൂടുതൽ കേരളത്തിലാണെന്നാണ്. താങ്കളുടെ കയ്യിലിരിക്കുന്ന ആ കണക്കൊന്ന് വായിക്കാമോ ശ്രീമതി റോസമ്മ? ഈ കേരളത്തിലാണെങ്കിൽ സർ, സിക്കിം മന്ത്ലി ഫിക്സഡ് ഓണറേറിയം 6000 disbursed from state fund recently. Government of Sikkim announced like in fixed honorarium res 6000 to res 10000. ഇത് സിക്കിമിൽ കൊടുത്തിരിക്കുന്ന കണക്കാണ്. അതേപോലെ തന്നെ നമ്മുടെ പശ്ചിമ ബംഗാളില് മന്ത്ലി ഫിക്സഡ് ഓണറേറിയം അവിടെ 4500 ഓർ ഫംഗ്ഷൻ റൂറൽ ആശ്വാസം വേണ്ടി മാത്രമുള്ളതാണ്. പിന്നെ അതേപോലെ തന്നെ കേരളത്തിൽ കൊടുക്കുന്നത് 6000 ആണെന്ന് കൃത്യമായിട്ട് സ്റ്റേറ്റ് ഗവൺമെന്റ് ഫണ്ട് കൃത്യമായിട്ട് എഴുതി വെച്ചിട്ടുണ്ട്. ഈ 2024 ഓഗസ്റ്റിലാണ്. എന്നിട്ടും ഞങ്ങൾ 7000 ഞങ്ങൾ സമ്മതിച്ചു. ആ 7000 പോലും കൃത്യമായ ഒരു ആശയ്ക്ക് കിട്ടാതെയാണ് ഈ രീതിയിൽ ബഹുമാന്യായ ആരോഗ്യമന്ത്രി പറയുന്നത്. എന്തിന്റെ അടിസ്ഥാനത്തിലാണെന്ന് ഞങ്ങൾക്ക് അറിഞ്ഞുകൂടാ. ഞങ്ങളിവിടെ വന്ന് സമരം ചെയ്തത് പൊളിക്കാൻ വേണ്ടി എന്തെങ്കിലുമൊക്കെ ബഹുമാനപ്പെട്ട മന്ത്രി പറയാതിരിക്കുന്നതാണ് ഏറ്റവും ഉചിതം. പിന്നെ ആരോഗ്യമന്ത്രി പറയുന്നത് ഈ കേന്ദ്രം നൽകാത്തത് കൊണ്ടാണെന്നാണ്. ഇതേക്കുറിച്ചുള്ള കാര്യങ്ങൾ നിങ്ങളുടെ ശ്രദ്ധയിലും പെട്ടിട്ടുണ്ടല്ലോ ശ്രീമതി റോസമ്മ, അതിനെന്താണ് മറുപടി? ഉണ്ട്. അതിന്റെ മറുപടി കൃത്യവും വ്യക്തവുമായിട്ട് ഇന്നലെ കേന്ദ്രമന്ത്രി ഈ സമര സമിതിയിൽ വന്നപ്പോഴ് കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ശ്രീ സുരേഷ് ഗോപി അവറുകള് കൃത്യമായിട്ട് അടിവരയിട്ട് പറഞ്ഞിട്ടുണ്ട്. ഇനിയും യാതൊരു തരത്തിലുള്ള ഇടപാടുകളും ഇനി കേരള ഗവൺമെന്റിന്
ഈ ആരോഗ്യ വകുപ്പിലെ ആശാ വർക്കേഴ്സിന്റെ ഇൻസെന്റീവ് സംബന്ധിച്ചോ ഓണറേറിയം സംബന്ധിച്ചോ കൊടുക്കാനില്ല. കേരളത്തിന്റെ വിഹിതം കൃത്യമായി കൊടുത്തിട്ടുണ്ടെന്ന് കണക്ക് പറഞ്ഞിട്ടുണ്ട്. പിന്നെ ആവക കണക്കുകളിലേക്കൊക്കെ എന്നോട് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് കൃത്യമായിട്ട് ഉത്തരം പറയുന്നത് ഇവിടുത്തെ ധനവകുപ്പ് മന്ത്രിയായിരിക്കും. കാരണം അദ്ദേഹത്തിനാണ് അത് കൃത്യമായിട്ട് പറയാൻ കടമയുള്ള ആൾ അദ്ദേഹമാണ്. നിങ്ങളുമായിട്ട് ചർച്ച നടത്തിയിരുന്നുവെന്ന് മന്ത്രി പറയുന്നുണ്ടായിരുന്നു. അങ്ങനെ ചർച്ച നടത്തിയപ്പോൾ നിങ്ങളുടെ ഓണറേറിയം കൂട്ടി നൽകാം, ഇപ്പോൾ 7000 രൂപ ഓണറേറിയം എന്നാണല്ലോ മന്ത്രി പറയുന്നത്, അത് കൂട്ടി നൽകാമെന്ന് സമ്മതിച്ചതായിരുന്നോ? ഇല്ല, ഒരിക്കലും പറഞ്ഞില്ല. നിങ്ങളുടെ ഓണറേറിയം അപ്പൊ ഞങ്ങൾ പറഞ്ഞത് സർ, ഞങ്ങള് ഈ കഴിഞ്ഞ കുറെ കാലമായിട്ട് ഞങ്ങൾ 2022 മുതൽ ഈ 2 വർഷത്തിൽ ഞങ്ങൾ നിവേദനം സമർപ്പിച്ചിരിക്കുക. ഞങ്ങൾക്ക് ജോലിഭാരം കൂടുതലാണ്, ഞങ്ങൾക്ക് എന്തെങ്കിലും ഒന്ന് വർദ്ധിപ്പിച്ച് തരാതിരിക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് ഞങ്ങളുടെ 62 വയസ്സിലെ ഉത്തരവ് നിലനിൽക്കുകയാണ്. ഉത്തരവ് പിൻവലിച്ച് ഞങ്ങൾക്ക് വിരമിക്കൽ ആനുകൂല്യം 5 ലക്ഷം രൂപ പ്രഖ്യാപിക്കുന്നതോടൊപ്പം തന്നെ ഞങ്ങളുടെ ഓണറേറിയം 21,000 രൂപ, അതായത് ഡെയിലി ഞങ്ങൾക്ക് കിട്ടുന്ന വെറും 232 രൂപ മാത്രമാണ്. അതുകൊണ്ട് ഞങ്ങളുടെ ബസ് ഫെയർ, അതുകൊണ്ട് ഞങ്ങളുടെ സോപ്പ്, എണ്ണ എന്ന് വേണ്ട മുഴുവൻ കാര്യങ്ങളും അതിൽ വേണം ഞങ്ങൾക്ക് ഈ ആരോഗ്യ പ്രവർത്തനത്തിന് വേണ്ടി ഇറങ്ങാൻ. അതിനിടയിൽ ഞങ്ങൾ ഏതെങ്കിലും ഒരു പാലിയേറ്റീവ് വീട്ടിലോ മറ്റെന്തെങ്കിലും പെട്ടെന്നൊരു അർജന്റ് വന്നു കഴിഞ്ഞാൽ ഓട്ടോ കൂലി കൊടുക്കാതെ പോകാൻ പറ്റത്തില്ല. അത്രയും ദൂരത്തിലാണ്. കാരണം ഒരു വാർഡിലേക്കാണ് ഇപ്പോൾ ഒരാശയെ നിയമിച്ചിരിക്കുന്നത്. ഇതുവരെയും രണ്ടാമതൊരു നിയമനം നടത്തിയിട്ടില്ല ഗവൺമെന്റ്. അന്ന് ഞങ്ങളോട് പറഞ്ഞത് 280 വീടുകൾക്ക് 1000 ആശ എന്നാണ് പറഞ്ഞത്. പക്ഷെ ഇപ്പോഴങ്ങനെയല്ല. ഇങ്ങനെയൊക്കെയുള്ള കുറെ കാര്യങ്ങൾ ഉണ്ടായിട്ട് 232 രൂപയാണ് ഞങ്ങൾക്ക് ഇപ്പം കിട്ടുന്നത്. ഇതിലെന്തെങ്കിലും ഒരു ഭേദഗതി വരുത്തിയേ പറ്റൂ. ഞങ്ങൾക്ക് 700 രൂപ മിനിമം കൂലി ഞങ്ങൾക്ക് തരണം മന്ത്രി. അതിന് വേണ്ടുന്ന നടപടി എടുക്കണമെന്ന് പറഞ്ഞപ്പോൾ നമ്മുടെ ബഹുമാന്യായ ആരോഗ്യമന്ത്രി പറഞ്ഞത് ധനമന്ത്രിയുമായിട്ടൊന്ന് ആലോചിക്കട്ടെ, ഞങ്ങൾ ഇവിടെ ഒരു കമ്മിറ്റിയുണ്ട്, ആ കമ്മിറ്റിയായിട്ടൊന്ന് ആലോചിക്കട്ടെ എന്നാണ് പറഞ്ഞത്. പിന്നെ ആ ആലോചിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ഇതുവരെയും ഈ 23 ദിവസമായിട്ടും ബഹുമാന്യായ മന്ത്രി ഞങ്ങളെ വന്ന് കാണാൻ, ഒരു നോക്ക് കാണാൻ, ഞങ്ങളുടെ അടുത്തൊന്ന് വരാൻ, ഞങ്ങളെ പറ്റി ഒന്ന് കേൾക്കാൻ ഇതുവരെ മനസ്സുണ്ടായിട്ടില്ല. ഈ ആരോഗ്യമന്ത്രിയെ കാരണം കേരളം ലജ്ജിച്ച് തലതാഴ്ത്തേണ്ടി വരികയാണ്. ഡോക്ടർ ബി ജയരാജ്, ഈ ആരോഗ്യമന്ത്രി കാരണം കേരളം തലതാഴ്ത്തേണ്ടി വരികയാണ്. കോവിഡ് കാലത്ത്